അപ്പോഴും ഒരു ഓക്കെ ആപ്പായി സന്തോഷമായി എന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതായിരുന്നു. ആ സമയത്താണ് എനിക്ക് തോന്നുന്നു നമ്മുടെ മാനേജ്മെൻറ്റ് ഒരു ടൊയോട്ട മിഡിൽ ഈസ്റ്റിന് എന്തൊരു കോൺഫറൻസിന് പോയിട്ട് സൗദിയിലെ ടൊയോട്ട ഇങ്ങനെ ചെയ്തു എന്നുള്ളത്, ഒരു ഇന്നോവേഷൻ ചെയ്തു എന്നുള്ളത് അവിടെ പ്രസൻറ്റ് ചെയ്തത്. അങ്ങനെ ഇരിക്കെ ഒരു വേറെ ഒരു ടൊയോട്ടൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ, ബഹ്റൈനിലുള്ള ഡിസ്ട്രിബ്യൂട്ടർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നു. ആരാന്ന് തപ്പിപ്പിടിച്ച് എൻ്റെ അടുത്തേക്ക് വരുമായിരുന്നു. അപ്പം അവർക്കും ഇതേ പ്രോസസ്സ് ഉണ്ട്, ഇതേ സിമിലർ ചെക്ക് ലിസ്റ്റാണ്, നമുക്കും ഈ ആപ്പ് കിട്ടും എന്നുള്ളൊരു മെസ്സേജ് വന്നു. അപ്പോൾ ആണ് എനിക്ക് തോന്നിയത് ഇതിലെന്തോ ഉണ്ട്. കമ്പനീൻ്റെ സൈഡിൽ നിന്ന് ഭയങ്കര ആയിട്ട് ഇതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു, ഇതാക്കുന്നു. അപ്പം ഞാനും ആ സമയത്ത് എൻ്റെ ഞാൻ അറൗണ്ട് 25 വയസ്സായിട്ടേ ഉള്ളൂ. മാർക്കറ്റ് അറിയില്ല, ഇൻഡസ്ട്രി അറിയില്ല. അപ്പോൾ ഒന്ന് സ്റ്റഡി ചെയ്ത് എന്താണ് അപ്പോൾ മനസ്സിലായത് എല്ലാ ഓട്ടോമോട്ടീവ് കമ്പനീസിനും ഈ ഒരു പ്രോസസ്സ് ഉണ്ട്. ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു ബിസിനസ്സിന് കുറേ സ്റ്റോറുണ്ട്. മോർ ദാൻ ഒരു 5-10 സ്റ്റോർ വരെയും ഈസിലി നമുക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും, ഒരു ഓണറിനോ അല്ലെങ്കിൽ ഒരു ടീമിനോ മാനേജ് ചെയ്യാൻ. 10ൻ്റെ മേലെല്ലാം പോകുമ്പം ആ ഒരു സ്റ്റാൻഡേർഡും പ്രോസസ്സും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അവരെ കഴിയുന്നത് അതിൻ്റെ ക്വാളിറ്റി പോകും, കസ്റ്റമർ സർവീസിൻ്റെ ക്വാളിറ്റി പോകും, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കുറയും. ഇപ്പം ഒരു എക്സാമ്പിൾ എടുക്കുന്നതാണെങ്കിൽ ഇപ്പം മെക്ഡൊണാൾഡ്സും സ്റ്റാർബക്സ്, ഇവർക്കെല്ലാം 60,000-50,000 ഫെസിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് അവരെല്ലാം ഇപ്പോഴും ഏതൊരു മെക്ഡി പോയാലും നമുക്കറിയാം, നേരെ സ്റ്റോറിൽ പോവുക, അവിടെ കിയോസ്ക് ഉണ്ടാവും, കിയോസ്ക് പോയി ഓർഡർ ചെയ്യുക, കളക്ട് ചെയ്യുക, ഒന്നെങ്കിൽ ടേബിളിൽ കൊണ്ടുവരണമെങ്കിൽ ആ കോൺ എടുത്തിട്ട് ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും സെയിം ആണ്. അത് മാനുഫാക്ചറർ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സും സ്റ്റാൻഡേർഡ്സാണ്. അപ്പം ഈ ഒരു പ്രോസസ്സ് എല്ലാ ഓട്ടോമോട്ടീവിലും ഉണ്ട്. കാരണം കാറും സർവീസും റിപ്പയർ ഒക്കെയാണ്. അപ്പം എല്ലാതും തോന്നിയ പോലെ ടെക്നീഷ്യൻസിന് റിപ്പയർ ചെയ്യാൻ പാടില്ല, ആ ബ്രാൻഡിൻ്റെ മെത്തേഡ് ഉപയോഗിച്ചിട്ടേ റിപ്പയർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒന്ന് മാർക്കറ്റ് പഠിച്ചപ്പോൾ ഓക്കെ ഇതിനൊരു സ്കോപ്പ് ഉണ്ട്, ഇതൊരു പ്രോഡക്റ്റ് ലെവലിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് പറഞ്ഞപ്പം നമ്മൾ ഈ സെയിം സാധനം ഒരു പ്രോഡക്റ്റ് ലെവലിലേക്ക് മാറ്റി ബഹ്റൈനിനും അത് കൊടുത്തു.